Hello friends, welcome to Dhruv channel. എന്റെ പേര് ആശ വിനീത്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചെറുപയർ പരിപ്പ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഒക്കെ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ചെറുപയർ പരിപ്പ് വെച്ച് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. ബാച്ചിലേഴ്സ് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ചെറുപയർ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറുപയർ പരിപ്പ്, ഒരു 3/4 കപ്പോളം ചെറുപയർ പരിപ്പ് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇനി ഈ വെള്ളത്തിലിട്ട ചെറുപയർ പരിപ്പ് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് നന്നായിട്ട് കഴുകിയിട്ട് പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമുക്ക് ഇതിലോട്ട് മാറ്റാം. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാണ്. ഇത് 3 പച്ചമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 3 കുട്ടികൾക്ക് കൂടി വേണ്ടതുകൊണ്ട് 3 മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി എരിവ് കൂടുമ്പോൾ ഈ കറിക്ക് കുറച്ച് സ്വാദ് കൂടുതൽ തന്നെയാണ് കേട്ടോ. കാരണം പയറ് ആവുമ്പോൾ കുറച്ച് എരിവും കൂടുതലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. എങ്ങനെ വേണമെങ്കിലും ഇഞ്ചിയുടെ ഷേപ്പ് നിങ്ങൾക്ക് അരിയാം. ഇനി ഒരു 1/2 ടീസ്പൂൺ, ഒരു കഷ്ടിച്ചൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. കൂടുതലാവണ്ട, വലിയൊരു 1/2 ടീസ്പൂൺ അല്ല. മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞച്ചൊവ കൂടുതൽ വരും മഞ്ഞൾപ്പൊടിയുടെ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി ഇത് നമ്മൾ കഷ്ണങ്ങളൊക്കെ മൂടി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ഈ കുക്കറിന്റെ ഒരു പകുതി ഭാഗത്തോളം വരും വെള്ളം. ഇനി ഇത് നമുക്ക് ഒരു 4-5 വിസിലോ അടുപ്പിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. പ്രഷർ കുക്കറിൽ 5 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രഷർ മുഴുവൻ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. ഇതാ ഇങ്ങനെയുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുകയാണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. കാരണം ഇത് ഇരിക്കുന്നതോറും കുറച്ചും കൂടി കുറുകും. അപ്പൊ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടുമ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമല്ലോ. ഇങ്ങനെ മതിയെങ്കിൽ അങ്ങനെയുള്ളവര് അതുപോലെ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചേക്കാണ്. ഉണ്ടല്ലേ, ഇത്തിരി വെള്ളം, കാരണം ഒരു കട്ടിയായിട്ട് കിടക്കരുത്. അതുകൊണ്ട് ഇത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഇല്ലാത്തവർ മാത്രമാണ് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവൂ. വെളിച്ചെണ്ണയൊക്കെ ഇതിന്റെ സ്വാദ് കൂട്ടുന്നതാണ്. പിന്നെ ഇത് ഞാൻ തന്നോട് കൂടി തന്നെയാണ് ഈ കറിവേപ്പില ഇടുന്നത്. കറിവേപ്പിലയും കൂടി കുറച്ച് കറിവേപ്പില കൂടുതൽ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ നോക്കിയിരുന്നു. ഇനി കുക്കറിലാണെങ്കിൽ കുക്കറിൽ, അല്ലെങ്കിൽ സാധാരണ പാത്രത്തിലെ വേവിച്ചെങ്കിൽ അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക. ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ മണം ഒന്ന് പോവാതിരിക്കുക. നമ്മൾ ഒഴിച്ച വഴി തന്നെയുള്ള ഒരു മണം ആ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. നമുക്കിതിങ്ങനെ വെറുതെ വാരി കഴിക്കാൻ തോന്നും. ഇത് കിച്ചടിയിലൊക്കെ ഇടണമെന്നല്ലേ ചെറുപയർ പരിപ്പ്. അത് തന്നെ നല്ല ടേസ്റ്റ് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ ചെറുപയർ പരിപ്പ് വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതീവ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ചപ്പാത്തി ഒന്നും വേണ്ട, വെറുതെ കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.